നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഹാഷിഡ് പേജ് ടേബിളാണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് പേജ് ടേബിളാണ്. സ്ട്രക്ചർ ഓഫ് പേജ് ടേബിൾ പഠിച്ചപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേജ് ടേബിൾ നമ്മൾ പഠിച്ചു. അതിൽ ഓരോന്നിൻ്റെയും സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് മൾട്ടി ലെവൽ പേജ് ടേബിൾ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ പേജ് ടേബിൾ പഠിച്ചു. അതായത് ലാർജ് ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന കേസിൽ ഒരു പേജ് ടേബിളിനെ ഒരു കണ്ടിന്യൂസ് മെമ്മറി ആയിട്ട് പേജ് ടേബിളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അപ്പോൾ ആ ഡിഫിക്കൽട്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി ലെവൽ പേജിങ്ങിലൂടെ ഒരു ഔട്ടർ പേജ് ടേബിളിനകത്ത് പേജ് ടേബിളിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് അത് ഏതൊക്കെ മെമ്മറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പേജ് അഡ്രസ് കീപ്പ് ചെയ്യുന്നു. ദെൻ പേജ് ഓഫ് പേജ് ടേബിൾ കിടപ്പുണ്ട്. അതിനകത്തു നിന്നാണ് നമ്മുടെ ഫിസിക്കൽ മെമ്മറിയുടെ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അനദർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഹാഷിഡ് പേജ് ടേബിളാണ്. ഹാഷിഡ് പേജ് ടേബിളിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് നേരത്തെയുള്ള മൾട്ടി ലെവൽ പേജ് ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞു ലോജിക്കൽ അഡ്രസ് ലാർജ് ആവുന്ന കേസിൽ ആ ലാർജ് തന്നെ ഒരു 32 ബിറ്റിനേക്കാളും ലാർജർ ആയിട്ടുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ പേജ് ടേബിളിന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറിയിൽ, അതായത് 2�32 അത്രയും മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള മെമ്മറി ലൊക്കേഷൻസ് ഇരിക്കുന്ന അത്രയും പേജസിനെ കൊണ്ട് നമുക്ക് പേജ് ടേബിളിനകത്ത് ഒരു കണ്ടിന്യൂസ് പേജ് ടേബിളിനകത്ത് കീപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഹാഷിഡ് പേജ് ടേബിൾ യൂസ് ചെയ്യാം. ഇനി ഹാഷ്ഡ് പേജ് ടേബിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പേജ് ടേബിൾ തന്നെയാണ്. അഡ്രസ് സ്പേസ് ലാർജർ ദാൻ 32 ബിറ്റ്, 32 ബിറ്റിനേക്കാൾ ലാർജറാണ് അതിൻ്റെ അഡ്രസ് സ്പേസ്, അതായത് ലോജിക്കൽ അഡ്രസ് സ്പേസ്. അതായത് അത്രത്തോളം 2�32 മെമ്മറി ലൊക്കേഷനേക്കാൾ ഗ്രേറ്റർ മെമ്മറി സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഹാഷിഡ് പേജ് ടേബിളാണ് ബെസ്റ്റ് മെത്തേഡ് ഫോർ ചൂസിങ് പേജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഹാഷിഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് വഴിയുള്ള കണക്ഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി ഇവർക്ക് ആവശ്യമില്ല. അതിന് പകരം ഈ മെമ്മറിയിൽ തന്നെ ഇതിപ്പോൾ ഫ്രീ ആണ്, ഈ മെമ്മറി ഫ്രീ ആണ്, അതുപോലെ ഈ മെമ്മറീസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ മെമ്മറിയിൽ പേജ് ടേബിളിന് പകരം ഈ മെമ്മറി ഉപയോഗിക്കുക. ദെൻ എങ്ങനെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കൊരു പോയിൻ്റർ യൂസ് ചെയ്തുകൊണ്ട് പോയിൻ്റ് ചെയ്യാൻ സാധിക്കും. ഹാഷിഡ് ടേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ലിങ്ക്ഡ് ലിസ്റ്റായിട്ടാണ്. അതായത് ഒരു എലമെൻറ്റ് ഇപ്പോൾ എവിടെ വേണമെങ്കിലും ആ എലമെൻറ്റ്സിനെ ഇരുത്താം. ആ ഓരോ എലമെൻറ്റിനകത്ത് എ പോയിൻ്റർ ടു ദ നെക്സ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എലമെൻറ്റ് എവിടെ ഇരിക്കുന്നു എന്നുള്ള പോയിൻ്റർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഹാഷിഡ് പേജ് ടേബിളിനകത്തും ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോ എലമെൻറ്റ്സും ഈച്ച് എൻട്രി കൺസിസ്റ്റ് ഓഫ് 3 ഫീൽഡ്സ്. ഇതിനകത്ത് നമ്മുടെ ഹാഷിഡ് ആയിട്ടുള്ള പേജ് ടേബിൾ എന്ന് പറയുന്നത് ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കും. ഹാഷ് ടേബിളിനകത്ത് ഓരോ എൻട്രീസും എന്തൊക്കെ കണ്ടൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ വരയ്ക്കാം. ഓരോ എൻട്രീസും എന്തൊക്കെ കണ്ടൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് വിർച്വൽ പേജ് നമ്പർ കണ്ടൈൻ ചെയ്യുന്നുണ്ട്, വിർച്വൽ പേജ് നമ്പർ. 2 വാല്യൂ ഓഫ് ദ മാപ്ഡ് പേജ് ഫ്രെയിം ഉണ്ട്. അതായത് നമ്മുടെ പേജ് കൊണ്ടുവയ്ക്കേണ്ട അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫ്രെയിം, ഫിസിക്കൽ മെമ്മറിയുടെ അഡ്രസ് സ്പേസിൻ്റെ ബേസ് അഡ്രസ്, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ മാപ്ഡ് പേജ് ഫ്രെയിം ഉണ്ട്. അതുപോലെ തന്നെ പോയിൻ്റർ ടു ദ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ അതായത് ഇത് ലിങ്ക്ഡ് ആയിട്ടാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പേസ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ മറ്റ് സ്പേസ് എവിടെയാണെന്നുള്ളത് പോയിൻ്റർ ചെയ്യണം. ആ പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് മൂന്നാമത്തെ ഓരോ എൻട്രിയുടെ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഹാഷ് പേജ് ടേബിളിനകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് വിർച്വൽ പേജ് നമ്പർ, 2 വാല്യൂ ഓഫ് ദ മാപ്ഡ് പേജ് ഫ്രെയിം, 3 പോയിൻ്റർ ടു ദ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു ലോജിക്കൽ അഡ്രസ് CPU ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ഫിസിക്കൽ മെമ്മറി എങ്ങനെ CPU ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു മാപ്പിംഗ്, ഇങ്ങനെ ഒരു ഹാഷ് ടേബിൾ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുമ്പോൾ പേജിങ്ങിനകത്ത് എങ്ങനെയാണ് ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മാപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇത് എൻ്റെ പേജ് ടേബിളാണ്. ഈ പേജ് ടേബിളിനകത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ സപ്പോസ് ഇതാണ് എൻ്റെ പേജ് ലോജിക്കൽ അഡ്രസ്സ്, CPU ജനറേറ്റ് ചെയ്യുന്ന ഒരു ലോജിക്കൽ അഡ്രസ്സാണ് ഇത്. അതിനകത്ത് ഒരു പേജ് നമ്പറും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കാണും. അതായത് ഫിസിക്കൽ മെമ്മറിയിൽ ഈ പേജിനകത്ത് എത്രാമത്തെ ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്, അതായത് ഒരു ഓഫ്സെറ്റാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനെ ഇങ്ങനെ കൊടുക്കുമ്പം ഹാഷ് ടേബിൾ വഴി പേജിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹാഷ് ഫംഗ്ഷനാണ് ആ ഹാഷ് പേജിങ് പെർഫോം ചെയ്യുന്നത്. ഹാഷ് ഫംഗ്ഷനാണ് പെർഫോം ചെയ്യുന്നത് പേജിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഹാഷ് ടേബിൾ വഴിയുള്ള പേജിങ് ഫംഗ്ഷൻ. ദെൻ ഈ ഹാഷ് ഫംഗ്ഷൻ എന്ത് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഷ് ടേബിളിനകത്തുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഈ പേജ് നമ്പർ എവിടെയാണോ കിടക്കുന്നതെന്നുള്ള ആ എൻട്രിയിൽ പോയി സെർച്ച് ചെയ്യും.
സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എന്താണ് 3 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന് വിർച്വൽ പേജ് നമ്പർ, 2 വാല്യൂ ഓഫ് ദ മാപ്ഡ് പേജ് ഫ്രെയിം, 3 പോയിൻ്റർ ടു ദ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് തൊട്ട് മുന്നേ ഉള്ള പേജിൻ്റെ പോയിൻ്ററിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പറയുന്ന അഡ്രസ്സ്, അതായത് തൊട്ട് മുന്നേ ക്യൂ എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററും, എസ് എന്ന് പറയുന്ന ബേസ് അഡ്രസ്സും ഒരു പോയിൻ്ററും ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്നും എനിക്ക് പോയിൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇപ്പം ഞാൻ CPU ജനറേറ്റ് ചെയ്ത അഡ്രസ്സ്, അതായത് CPU ജനറേറ്റ് ചെയ്ത അഡ്രസ്സ് എന്ന് പറയുന്നത് P, ദെൻ ദിസ് ഈസ് R, ദിസ് ഈസ് ദ ഓഫ്സെറ്റ് അഡ്രസ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഈ പേജ് നമ്പർ, അതായത് തൊട്ട് മുന്നത്തെ ലിങ്ക്ഡ് ലിസ്റ്റ് ഹാഷ് ടേബിളിലെ എലമെൻറ്റ് എനിക്ക് ഇപ്പോൾ CPU ജനറേറ്റ് ചെയ്ത സാധനം എവിടെ ഇരിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരും. ദെൻ അതിനകത്ത് ഓഫ്സെറ്റും പറഞ്ഞിരിക്കും. ആ ഓഫ്സെറ്റ് അഡ്രസ്സ് ആരുമായിട്ട് ആഡ് ചെയ്യണം? നമ്മുടെ ഇവിടെ Pയുടെ കൂടെ പ്ലേസ് ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് R+D ആഡ് ചെയ്യുക. Rഉം Dയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ആ പറയുന്ന ആൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ഫിസിക്കൽ മെമ്മറിയിൽ എത്രാമതിരിക്കുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ജനറേറ്റ് ചെയ്ത അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 എൻ്റെ പേജ് നമ്പർ 2 എന്ന് പറയുന്ന പേജ് നമ്പറാണ്. എൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന 5 ആണെന്നിരിക്കട്ടെ. എൻ്റെ പേജ് ടേബിളിനകത്ത് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ആൾ എനിക്ക് പറഞ്ഞു തരും ഈ രണ്ടാമത്തെ പേജ് എവിടെ ഇരിക്കുന്നു എന്നുള്ള അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, സപ്പോസ് ഇതെൻ്റെ 1000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇരുന്നുവെങ്കിൽ എന്നെ 1000ലേക്ക് പോയിൻ്റ് ചെയ്ത് എൻ്റെ P കിട്ടും. ദെൻ ഈ Pക്കകത്ത് എന്ത് കാണും? ദ ബേസ് അഡ്രസ് ഓഫ് ഫിസിക്കൽ മെമ്മറി കാണും. ഫിസിക്കൽ മെമ്മറിയുടെ അഡ്രസ്സ് 2000 ആയിരുന്നു എങ്കിൽ ദെൻ ഈ 2000ൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയ 5, 2005, ഇതാണ് ഈ 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ. ദിസ് ഈസ് ദെൻ ഇതിനകത്തുനിന്ന് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2000 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 2005 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ട് ആ ഇൻസ്ട്രക്ഷനെ പോയി ആക്സസ് ചെയ്യുകയോ അവിടേക്ക് റൈറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഹാഷ് പേജ് ടേബിൾ വഴി ഇങ്ങനെയാണ് പേജിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ CPU പെർഫോം ചെയ്യുന്നത് ത്രൂ ദ ഹെൽപ്പ് ഓഫ് ഹാഷ് ഫങ്ഷൻ. ഓക്കെ, താങ്ക് യു.